ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു തൊഴിലുറപ്പ് അതിനകത്ത് വെട്ടിപ്പൊക്കെ നടക്കുന്നതെന്നും പറഞ്ഞിട്ട് ഞാൻ ചുമ്മാതിരുന്നൊക്കെ പണം വാങ്ങുന്നതെന്നും പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ അന്ന് കുറച്ച് പേരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഞാനിത് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് അന്ന് ആ വീഡിയോ ഇട്ടത്. ഇതിനകത്ത് ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് പേര് ജോലിയും ചെയ്യുന്നുണ്ട്. എത്രയോ നല്ലതായിട്ട് ജോലി ചെയ്ത് പണം വാങ്ങുന്നവർ ഇതിനകത്തുണ്ട്. പക്ഷേ 100 പേരെടുത്ത് 50 പേര് ജോലി ചെയ്യുന്നവരായിരിക്കും. അതിൽ കുറച്ച് പേരെങ്കിലും ഇതിനകത്ത് തട്ടിപ്പ് ഉള്ളതാണ് സത്യം. ചുമ്മാതെ പേരെഴുതി എടുത്തിട്ട് ഇത്ര പേര് ജോലി ചെയ്തെന്നും പറയാം, ആ പണമെല്ലാം എഴുതിയെടുക്കും. അതുകൂടാതെ ഇതിനകത്ത് 1 ലക്ഷം രൂപ വെച്ച് വായ്പ കൊടുക്കുന്നുണ്ട്, 1 രൂപ പലിശയ്ക്ക്. ഈ 1 ലക്ഷം രൂപ വീതം എടുത്തിട്ട് ഇവർ വെളിയിൽ ഫൈനാൻസിന് കൊടുക്കും. അവരങ്ങനെ സമ്പാദിക്കുന്നു. എന്നാൽ ഈ 1 ലക്ഷം രൂപ അവർക്ക് ആവശ്യമില്ല. അതെന്നാൽ വേറൊരു പാവപ്പെട്ടവർ വാങ്ങട്ടെന്നൊന്നും വിചാരിക്കത്തില്ല. അവളെടുത്തില്ല എന്നാൽ എനിക്കും എടുക്കണമെന്നും പറഞ്ഞ് ചെന്നാൽ 1 ലക്ഷം രൂപ എടുത്ത് അവർ 1 രൂപയ്ക്ക് പകരം വെളിയിൽ 3 രൂപയോ 5 രൂപ അതിന് ഫൈനാൻസിന് കൊടുക്കും. അതിൽ പക്ഷേ അവരത് എടുക്കാതിരുന്നെങ്കിൽ പാവപ്പെട്ട ഒരാൾക്ക് കിട്ടത്തില്ല പൈസ. അങ്ങനെയൊന്നും അതിനകത്തില്ല. അപ്പം അതുപോലെ തന്നെയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കിട്ടുന്നതിന് ഈ ഓരോ വാർഡിലും ഉള്ള മെമ്പർക്ക് അറിഞ്ഞൂടെ അതാത് വാർഡിലുള്ള പാവപ്പെട്ടവരാരാണ്, വീടില്ലാത്തവരാരാണ്, കക്കൂസ് ഇല്ലാത്തവരാണ് ആരാണെന്നൊക്കെ അറിയാൻ വയ്യാത്തതാണോ? ഈ ഇലക്ഷനാകുമ്പോൾ അവർ ഓരോ വീട്ടിലും കയറി വോട്ട് ചോദിക്കാൻ ചെല്ലുന്നുണ്ടല്ലോ. ആരൊക്കെ എന്തായാലും ഈ ഓരോ വാർഡിലുള്ള മെമ്പർക്ക് എത്ര വീടുണ്ട് അത്രയും വീടുകളെ എല്ലാവരെയും അറിയാവുന്നതായിരിക്കുമല്ലോ ഇത്രയും നാൾ ഭരിക്കുമ്പോൾ. പക്ഷേ ഇന്നും വീടില്ലാത്തവർക്ക് വീട് കിട്ടിയിട്ടില്ല. പക്ഷേ പണക്കാർക്കാണെങ്കിൽ വീടും കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മക്കളുടെ കൂടെ നല്ല സന്തോഷമായിട്ട് താമസിച്ചിരുന്ന തള്ളമാരെ ഈ ലൈഫ് മിഷൻ പദ്ധതി വന്നതോടുകൂടി തള്ളയ്ക്ക് ഒരു ഷെഡ് അടിച്ചൊരു വസ്തുവിനകത്ത് കൊടുത്തിട്ട് അമ്മയ്ക്ക് വീടില്ലെന്നും പറഞ്ഞിട്ട് ഈ ലൈഫ് മിഷൻ്റെ വീട് അനുവദിച്ച വീടുകൾ എനിക്കറിയാം. അതുവരെ മക്കളുടെ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന അമ്മയാണ്. അത്ര പ്രായമില്ല. അവർ അന്ത്യാഭ്യാസത്തിലും ജോലിക്ക് എല്ലാം പോകുന്നവരാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു വസ്തുവിനകത്തൊരു ഷെഡ് അടിച്ച് കൊടുക്കുന്നു. എന്നിട്ട് മരുമക്കളായിട്ട് കയറുക, ഇവരിപ്പോൾ തനിയെ കിടക്കുകയെന്നും പറഞ്ഞിട്ട് വീട് അനുവദിച്ച്. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണാം അവിടെ വീടായി. നമ്മുടെ പഞ്ചായത്തിൻ്റെ വീട് ലൈഫ് മിഷൻ പദ്ധതിയിൽ അവർക്ക് വീട് കിട്ടിയിട്ടുണ്ട്. അവർക്കൊരു കുഴപ്പമില്ലാത്തവരാണ്. 2 ആമക്കളാണ് ഉള്ളത്. എല്ലാം നല്ല നിലയിൽ ജീവിക്കുന്നു. അതുപോലെ തന്നെയാണ് അവിടെയുള്ള പാർട്ടിക്കാരുടെ എല്ലാ വീട്ടിലും അവർക്ക് വേണ്ടുന്നതെല്ലാം അവർ ഈ മെമ്പറെ കൊണ്ട് എല്ലാം സാധിച്ചെടുക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് അടുത്ത തടവ് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 3000 ഒരു 4000 വോട്ടുണ്ട് അവിടെ ഒരേ പാർട്ടിയുടെ. ആ പാർട്ടിക്കാരുടെ വോട്ട് അവരത് വെച്ചാണ് കളിക്കുന്നത്. അവിടെയുള്ള പാർട്ടിക്കാർ ഈ തലമൂത്ത ഈ നേതാക്കന്മാരുണ്ടല്ലോ, അവരിത് വെച്ചാണ് കളിക്കുന്നത്. ഒരു മെമ്പർ എന്ന് ആരെങ്കിലും ഇലക്ഷനിൽ നിന്നിട്ട് വോട്ടിന് എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ഇത്ര വോട്ടുണ്ട്, അത് തരണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത് ചെയ്തു തരണം, അങ്ങനെ പറഞ്ഞിട്ടാണ് അവരവിടെ ഈ ഓരോന്ന് സാധിപ്പിച്ചെടുക്കുന്നത്. പക്ഷേ അങ്ങനെ കൊടുക്കാതെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ന്യൂസിൽ കാണുന്നില്ല എത്രയോ പേർക്ക് ഇന്നും വീട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ ഇതൊന്നും ആരും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ MLA-മാർക്കോ അത്ര എല്ലാ വീട്ടിലും പരിചയം കാണത്തില്ലെന്ന് പറയാം. മെമ്പർമാർക്ക് കാണത്തില്ലേ? അതില്ലെന്ന് പറഞ്ഞാൽ അതുമല്ല, ഇപ്പോൾ ആശാവർക്കർമാർ വിടാൻ തോറും നടക്കുന്നുണ്ട്. അവർക്കറിഞ്ഞൂടെ ഏത് വീടൊക്കെ പാവപ്പെട്ടവർ വീടെന്ന്. അതെങ്ങനെയാണ്? ഈ ആശാവർക്കറായിട്ട് നടക്കുന്നവർ എത്രയോ നല്ല കാശുള്ളവർ അതിനകത്തുണ്ട്. അവർക്ക് ഇപ്പോഴും എത്രയോ രൂപ വരുമാനമുള്ളവരാണ് അതൊരു പാവപ്പെട്ടവർ കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെയൊന്നും കൊടുക്കത്തില്ല. അടുത്തത് ആരെയാണ് ഇലക്ഷന് നിർത്താൻ പറ്റുന്നത് അങ്ങനെ നോക്കിയാണ് അതിനകത്ത് ഓരോ ചുമതലയും കൊടുക്കുന്നത്. അങ്ങനെ കുറേ നടക്കുന്നുണ്ട്. അപ്പം അർഹതപ്പെട്ടവർക്കൊന്നും അവരുടെ കൈകളിൽ കിട്ടുന്നില്ലെന്നാണ് സത്യം. അത് അങ്ങനെ ആയിക്കൂടാ. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ അല്ല, ഇപ്പം എന്തായാലും ഇപ്പോഴെങ്കിലും ഈ കേന്ദ്രത്തിന് ഇതൊന്ന് അന്വേഷിക്കണമെന്ന് തോന്നിയല്ലേ, അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുക. പോയിട്ട് വരാം വേറെ വീഡിയോ കൊണ്ട്.